ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അവിൽ മിൽക്കാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ അവിൽ എടുത്തിട്ടുണ്ട്, ചെറി എടുത്തിട്ടുണ്ട്, പാല്, കാഷ്യൂ നട്ട്സ്, കപ്പലണ്ടി, ബദാം, കണ്ടൻസ്ഡ് മിൽക്ക്, പഴം. അവിലൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഷുഗറാണ്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഉള്ളതുകൊണ്ട് കൂടുതൽ മധുരം ആവശ്യം വരില്ല എന്ന് നോക്കിയിട്ട് ചേർക്കാം. നമുക്കാദ്യം അവിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കട്ടിയുള്ളൊരു പാത്രത്തിൽ അവിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെ അവിൽ മാത്രം ഇട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ അവിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ചുകൂടെ നന്ന് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ കഴിയും. നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കരുത്, സ്പൂണ് വെച്ച് തന്നെ ഉടച്ചെടുക്കണം. മിക്സിയിലിട്ടാൽ നല്ല അരഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അവിൽ മിൽക്കിന് ഉള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഇത് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന പഴവും കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അവിലിടാം. വറുത്ത് വെച്ചിരിക്കുന്ന അവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കപ്പലണ്ടി, കാഷ്യൂ നട്ട്സ്, ബദാം ഇവയൊക്കെ ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സും ബദാമും ഓപ്ഷനിലാണ്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് കാഷ്യൂ ബദാമൊക്കെ ഇട്ടതാണ്. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കിയ പാലാണ്. ഇനി നമുക്ക് മുകളിൽ കുറച്ചുകൂടെ പഴവും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് അവിൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് കാഷ്യൂ, ബദാമും കപ്പലണ്ടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുകളിലൊരു ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.